അസ്സലാമലൈക്കും. അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് മന്തി കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇത്. വളരെ ഈസിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുക്കർ എടുക്കുക. അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. മല്ലിയിലയും പുതിനയിലയും അത് ഒരേ അളവിലാണ്, ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം മതിയാവും. പിന്നെ നമ്മുടെ ഒരു ഏലക്കായി, ഒരു 3 ഏലക്കായി, 2 ഗ്രാമ്പു, ഒരു 2 കഷ്ണം പട്ട ഇതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ്, അത് 1 ടേബിൾ സ്പൂണ്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും ഒരു അറബിക് സ്പൈസസ് ഇട്ടോ, അതായത് മന്തി മസാലയോ കബ്സ മസാല ഏതെങ്കിലും ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കുരുമുളക്, എരിവ് നോക്കിയിട്ട് കുരുമുളക്, മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കണം, കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ചിക്കൻ ക്യൂബ്. പിന്നെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൽ ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചെടുക്കേണ്ടത്. ഞാൻ വേവിച്ച് വെച്ച ബീഫായതുകൊണ്ട് ഞാൻ എല്ലാ മസാലകളും ഇട്ടിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ്. ശരിക്ക് അതിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഞാൻ അതിൽ നിന്ന് കുറച്ച് കോരി മാറ്റി വെച്ചു. ഇനി നമ്മൾ അരി വേവിച്ചെടുക്കണം. അരി ഏകദേശം ഒരു 80% വെന്താൽ മതി കേട്ടോ. അത് നമ്മൾ സാധാ പോലെ മന്തി റൈസ് വേവിച്ചെടുക്കുക. അധികം വേവിക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കണം. പിന്നെ മാറ്റി വെച്ച നമ്മുടെ ബീഫും കൂടെ ഇതിൻ്റെ മേലിട്ട് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കളറൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ടൈമിൽ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് കണലിട്ടിട്ട് അതിൻ്റെ മേലെ ലേശം ഓയിൽ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പുക ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിടിലൻ മന്തി, ബീഫ് മന്തി റെഡിയാണ്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ കുട്ടികളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ലേശം പച്ചക്കളറൊക്കെ ഇങ്ങനെ മേലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അടിപൊളിയാണ്.